ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ വീട്ടിലെ വർക്കൗട്ടിൻ്റെ 10ാമത്തെ ദിവസമാണ്. അപ്പം ഞാൻ ഇന്ന് ഷോൾഡർ വർക്കൗട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കഴിഞ്ഞ 9 ദിവസത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വർക്കൗട്ടിൻ്റെ. അപ്പം എല്ലാ വീഡിയോയും അല്പം ലെങ്തിലായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് മുതൽ ഞാൻ ഓരോ സെറ്റ് വെച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം വീഡിയോ ലെങ്തായി പോയിട്ട് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് വർക്കൗട്ട്. ഞാൻ ഷോൾഡർ പ്രസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സൂപ്പർ സെറ്റ് കണ്ടിട്ടാണ് ഷോൾഡർ പ്രസ്സും അത് കഴിഞ്ഞ് ഡംബൽ സൈഡ് ലാറ്ററൽ റൈസും ചെയ്യും. ഓക്കെ, 12 റെപ്സ് ഷോൾഡർ പ്രസ് ചെയ്യും. 12 റെപ്സ് മാക്സിമം ഞാൻ 12 റെപ്സ് മാത്രമേ ചെയ്യാറുള്ളൂ ഷോൾഡർ പ്രസ്. ഓക്കെ, ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് 10 കിലോയുടെ ഡംബലാണ്. അതിനുശേഷം ഞാൻ ഉടൻ തന്നെ ഡംബൽ ലാറ്ററൽ റൈസ് 12 റെപ്സ് ചെയ്യും. ഓക്കെ, അതാണ് എൻ്റെ സൂപ്പർ സെറ്റ് വർക്കൗട്ട്. അതിനുശേഷം വീണ്ടും അതേ കണക്ക് തന്നെ ഡംബൽ പ്രസ് ചെയ്യും, പിന്നെയും ഇത് കണക്ക്. അങ്ങനെ 3 സെറ്റാണ് ഞാൻ ചെയ്യുന്നത്. 12 റെപ്സ് വെച്ചിട്ടുള്ള അങ്ങനെ 3 സെറ്റാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇതും കൂടെ ചെയ്യുമ്പോഴാണ് എൻ്റെ ഒരു സെറ്റ് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ഇത് കണക്ക് ഞാൻ 3 സെറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ വീട്ടിൽ ഈ വർക്കൗട്ട് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം. ഞാനിപ്പം ഡംബിൾസിൻ്റെയൊക്കെ വെയിറ്റ് വർദ്ധിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വർക്കൗട്ടുകളും മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഞാൻ 3 സെറ്റാണ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇനി അടുത്തായിട്ട് എൻ്റെ രണ്ടാമത്തെ വർക്കൗട്ടോട്ട് പോകും. രണ്ടാമത്തെ വർക്കൗട്ട് ഞാൻ സൂപ്പർ സെറ്റ് വർക്കൗട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, 12 വെച്ച് സൂപ്പർ സെറ്റ്. അന്നേരമാണ് എൻ്റെ ഒരു സെറ്റ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ അപ്പ് ആൻഡ് റോ ആണ്. ഓക്കെ, അത് ബാറിൽ വെയിറ്റ് ഇട്ടിട്ട് അപ്പ് ആൻഡ് റോ ചെയ്യും. ഞാൻ ഇങ്ങനെ 12 റെപ്സാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് വെയിറ്റ് കുറവാണ്. ഒരു സൈഡിൽ 5 കിലോ വെച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യും. ഇത് നമ്മുടെ ഷോൾഡറിന് വളരെ നല്ലൊരു വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ട് തന്നെയാണ്. അപ്പം ഇത് 12 റെപ്സ് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ ഞാൻ ഫ്രണ്ട് റൈസ് ചെയ്യും. ഈ ബാറിൽ തന്നെയാണ് ഞാൻ ഫ്രണ്ട് റൈസും ചെയ്യുന്നത്. ഓക്കെ, ഇന്നർ ഷോൾഡറിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ട് റൈസ് ചെയ്യും. ഓക്കെ, ഒരു വർക്കൗട്ടിന് ശേഷം ഒരു 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കും. അതിനുശേഷം സൂപ്പർ സെറ്റ് വർക്കൗട്ടിൻ്റെ അടുത്ത വർക്കൗട്ടിലോട്ട് പോകും. ഇങ്ങനെയാണ് ഫ്രണ്ട് റൈസ് ഞാൻ ചെയ്യുന്നത്. ബാറിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇതും 12 റെപ്സ് ചെയ്യും. അപ്പം എൻ്റെ ഒരു സെറ്റ് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇങ്ങനെ ഞാൻ 3 സെറ്റാണ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ഇതിനൊക്കെയുള്ള ഡംബിൾസും ബാറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ഫോളോ ചെയ്യാം. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ 10ാമത്തെ ദിവസമാണ് വർക്കൗട്ടിൻ്റെ. അപ്പം ഇതുവരെയുള്ള വീഡിയോകളെല്ലാം ഞാൻ അല്പം ലെങ്തി ആയിട്ടായിരുന്നു ചെയ്തത്. 3 സെറ്റ് ഞാൻ കാണിച്ചുകൊണ്ടായിരുന്നു ചെയ്തത്. പക്ഷേ ഇന്നോട്ട് ഞാനത് നിർത്തി. കാരണം ഒരുപാട് ലെങ്തി ആവുന്നു. വീഡിയോ ഒരുപാട് ലെങ്തി ആയി കഴിഞ്ഞാൽ അത് കാണുന്നവർക്കും അരോചകമായിട്ട് തോന്നും. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ അടുത്ത വർക്കൗട്ട്. അപ്പം ഇത് ഞാൻ 3 സെറ്റാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അടുത്ത എൻ്റെ ഷോൾഡറിൻ്റെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഞാൻ സൂപ്പർ സെറ്റ് അല്ല ചെയ്യുന്നത്. അടുത്ത വർക്കൗട്ട് ഞാൻ ബാർബൽ പ്രസ്സാണ് ചെയ്യുന്നത്. ഷോൾഡർ ബാർബൽ പ്രസ്സാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ബാറിൽ വെയിറ്റ് ഇട്ട് ഇപ്പം ഞാൻ 10 കിലോ ആണ് ഒരു സൈഡിൽ ഇട്ടേക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഞാൻ 12 റെപ്സിൻ്റെ 4 സെറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് എൻ്റെ ഫസ്റ്റ് സെറ്റാണ്. 12 റെപ്സിൻ്റെ 4 സെറ്റ് ഞാൻ ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ വളരെ സ്ലോവിലുള്ള മൂവ്മെൻറ്റ്സാണ് ചെയ്യുന്നത്. ഒരുപാട് ഫാസ്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യാറില്ല. ഒരുപാട് ഹെവി ആയിട്ടുള്ള വെയിറ്റുകളൊക്കെ എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നമ്മൾ മിനിമം നമ്മുടെ ഒരു ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് വെയിറ്റുകളൊക്കെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വെയിറ്റുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ പൊക്കാൻ പറ്റാത്ത വെയിറ്റുകളൊക്കെ എടുത്തിട്ട് പൊക്കി നമ്മുടെ ബോഡി പോസ്ചറൊക്കെ തെറ്റായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇത് ഞാൻ 4 സെറ്റാണ് ചെയ്യുന്നത്. 12 റെപ്സിൻ്റെ 4 സെറ്റ്. അപ്പം ഇനി ഒരു വർക്കൗട്ട് കൂടിയാണ് അവശേഷിക്കുന്നത്. അപ്പം ഞാനത് ഷ്രഗാണ് ചെയ്യുന്നത്. ഓക്കെ, ബാർബൽ ഷ്രഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഷ്രഗ് ഞാൻ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. ഇത് കണക്ക് കസേരയിൽ ഇരുന്നതിന് ശേഷമാണ് ഞാൻ ഷ്രഗ് ചെയ്യുന്നത്. അപ്പം ഇത് 19 ഒരു സൈഡിൽ 10 കിലോ ആണ് കിടക്കുന്നത്. അപ്പോൾ ഇത് കണക്കാണ് ഞാൻ ഷ്രഗ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് സിറ്റിംഗ് ഷ്രഗാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കണക്ക് ഞാൻ 4 സെറ്റ് ചെയ്യും. അപ്പം ഷ്രഗ് ചെയ്യുമ്പം ഞാൻ ഓരോ സെറ്റിലും വെയിറ്റ് അല്പം കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. കാരണം ഷ്രഗ് ചെയ്യുമ്പം നമുക്കൊരല്പം ഹെവി ആയിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, നമ്മുടെ ട്രാപ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടാണ് ഷ്രഗ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വർക്കൗട്ടൂടെ കഴിയുമ്പം എൻ്റെ ഷോൾഡർ വർക്കൗട്ട് ഇന്നത്തെ കംപ്ലീറ്റായി. 10ാമത്തെ ദിവസത്തെ വർക്കൗട്ട് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പം 12ാമത്തെ ദിവസത്തെ വർക്കൗട്ട് നാളെ വേറൊരു മസിൽ ഗ്രൂപ്പിനോട്ടായിരിക്കും ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോരോ മസിൽ ഗ്രൂപ്പിനോട്ടായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.